എന്താ ഈ 10 മണിക്ക് ശേഷം പൊട്ടിക്കാല കാരണം? നമ്മൾ നോമ്പ് തുറക്കുമ്പോഴില്ല ആ സെറ്റും ഉണ്ട് പ്രീ ബുക്കിങ്ങിൽ. പിന്നെ ഇനി പെരുന്നാക്കില്ലതുകൊണ്ട് മെയിൻ നമ്മളെ പരിപാടി രാത്രി ഫ്രഷ് ഫുഡായിട്ട് നല്ല പക്കാ ചൂടിൽ നല്ല ക്വാളിറ്റി കല്യാണ ബിരിയാണി തന്നെ കൊടുക്കാന്നുള്ളതാണ്. അൽഹംദുലില്ലാ, സന്തോഷം. കാരണം ഈ രാത്രി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്, വൈകുന്നേരം പണിയെടുത്ത് നോമ്പൊക്കെ തുറന്നിട്ട് സമാധാനമായിട്ട് ഇറങ്ങുന്നവരുണ്ട്. അവർക്ക് നല്ലൊരു ഫുഡ് കഴിക്കാം അല്ലേ? ഓക്കെ 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 ക്ഷമ ചൂടോടുകൂടി. ഓക്കെ, ചൂടോടുകൂടി കഴിക്കാം. ഓക്കെ, അതിന്റെ കൂടെ കട്ടൻ ചായയും പപ്പടക്കം ഉണ്ട്. അൺലിമിറ്റഡ് ഉണ്ട്, പപ്പടമുണ്ട്, തൈര്, ചമ്മന്തി, അൺലിമിറ്റഡ് റൈസും ഉണ്ട്. എത്ര നിങ്ങൾക്ക് ചോദിച്ചാൽ നമ്മൾ എത്രയും തരും. നല്ല ചൂടിൽ തന്നെ നല്ല കല്യാണ ബിരിയാണി കഴിച്ചു. ഞങ്ങളിപ്പോൾ കഴിച്ചിട്ടാണ് ഇതിന്റെ മറുപടി ഇതിൽ കൊടുത്തത്. ഹലോ ചങ്കളെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെ എനിക്കറിയോ? ഇപ്പോൾ സമയം കൂടി നോക്കി 1:25, അതായത് പുലർച്ചെ 1:25. അടിപൊളി ബിരിയാണി കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അന്വേഷിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് 10 മണിക്ക് ശേഷം ഞങ്ങൾ ചെമ്പ് പൊട്ടിച്ചെന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളിങ്ങനെ വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടത് ഈ സമയത്ത് 1:30 പുലർച്ചെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിരിയാണി ഉണ്ട്. ബിരിയാണിയുടെ പേരിന് ദം സൽക്കാര ബിരിയാണിയാണ്, ദം സൽക്കാരം. പക്ഷേ ഞങ്ങൾ 5 പേരുണ്ട്, 5 ഓട്ടോ ഡ്രൈവർമാർ വന്നുകൊണ്ട് കഴിക്കാൻ വേണ്ടി ഇരുന്ന് സാമ്പിൾ നോക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. ഞങ്ങളെല്ലാവരും ഓരോ പ്ലേറ്റ് എടുക്കേണ്ടി വന്നു. അത്രയും സൂപ്പറാണ്, ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ബിരിയാണി നമ്മളിപ്പോൾ ഈ നോമ്പിനൊക്കെ ഇത്രയും ദിവസം ബിരിയാണി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് വെറൈറ്റി. ഞാൻ തമാശ പറയല്ല, ആർക്കെങ്കിലും ഞാൻ വെറുതെ പറയാൻ തോന്നുന്നുണ്ടെങ്കിലും രാത്രി 10 മണിക്ക് ശേഷം നമ്മുടെ മഞ്ചേരി റോട്ടിലുള്ള കനറ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പന്തൽ കാണാം. ആ പന്തലിലേക്ക് കയറി വരിക, ബിരിയാണി ചോദിക്കുക, കഴിക്കുക. നമുക്ക് എന്തായാലും എൻ്റെ കൂടെ കഴിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവിടെ ചോദിക്കുക എങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബിരിയാണി ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വേറെ വൈക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത്. പന്തലുണ്ട്, ആ പന്തലൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഡിസൈൻ ചെയ്ത് സൂപ്പർ, ഏത് സമയത്ത് നല്ലൊരു വൈബ് കിട്ടുന്ന പന്തലുണ്ട്. ഒരു കല്യാണ പന്തൽ മോഡലാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളതിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തോടെ സമയം കൂടി നോക്കണം, പുലർച്ചെ 1:30, നല്ല ചൂടുള്ള അല്ലേ മാനോ? എങ്ങനെയുണ്ട് ബിരിയാണി? ഒന്നും പറയാനില്ല, അടിപൊളി ബിരിയാണി, സൂപ്പർ ബിരിയാണി അല്ലേ? നമ്മൾ ജനം കൂടെ നമ്മൾ വെറുതെ വഞ്ചിക്കാൻ പാടില്ല, നമ്മൾ ഒറിജിനലേ പറയാൻ പാടുള്ളൂ. പുരുഷോ എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി അല്ലേ? ഫസ്റ്റിലോ സെറ്റല്ലേ? അടിപൊളി. എന്താ നമ്മൾ പറയിപ്പിക്കല്ലോ കേട്ടോ, നമ്മൾ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ഒറിജിനൽ പറയുകയാണ്, നമ്മൾ ആരും വഞ്ചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ കൂടെ കട്ടൻ ചായ അൺലിമിറ്റഡ് ആണ്, പപ്പടമുണ്ട്, ചോറ് റൈസ് വീണ്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും രാത്രി 10 മണിക്ക് ശേഷം വണ്ടൂർ ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മഞ്ചേരി റോഡിൽ കനറ ബാങ്കിൻ്റെ മുന്നിൽ ഈ ബിരിയാണി നമുക്ക് കഴിക്കാം. മനോ, ഞാൻ ഇവിടെ കുറേ ബക്കറ്റ് കണ്ടല്ലോ, എന്താ ഇതിൻ്റെ ഉദ്ദേശം? അത് നമ്മൾ പെരുന്നാൾക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ബക്കറ്റ് ബിരിയാണി. അതെ, ചിക്കനുണ്ട്, ബീഫുണ്ട് ബക്കറ്റിൽ. അത് ശരി. അത് നമുക്ക് 6 to 7 ആൾക്ക് വരെ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ പെരുന്നാൾക്ക് പെരുന്നാൾക്ക് അടുക്കള അടച്ചോളി, മരൊക്കെ ഫ്രീ ആയിരുന്നു, അടുക്കള വൃത്തിയാക്കി വെച്ചാൽ മതി. അവിടെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് സാധനം വരും ധൈര്യമായിട്ട്. നമുക്ക് നേരത്തെ ഓർഡർ വന്നാൽ അപ്പോൾ പെരുന്നാൾക്ക് ഇനി ആരും ബിരിയാണി കഴിക്കാക്കണ്ട. ഗ്യാസ് ഇല്ലാതെ പേടി വേണ്ട, ഗ്യാസിന് പേടിയില്ല, ധൈര്യമായിട്ട് ഇവിടുന്ന് കൊണ്ടാ നമുക്ക് ബക്കറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബക്കറ്റ് വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇതാണ്. ഓക്കെ ഓക്കെ.